സഭാപ്രസംഗി 11:5 പറയുന്നു, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഗ്രാഹ്യത്തിന് അതീതമാണെന്ന് ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ആത്മാവ്, ജീവന്റെ ശ്വാസം, ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയിൽ എങ്ങനെ പ്രവേശിക്കുന്നു എന്നതാണ്. ജീവന്റെ രൂപീകരണത്തിന്റെ ഈ അടുപ്പമുള്ള പ്രക്രിയ മറഞ്ഞിരിക്കുന്നതും സൂക്ഷ്മവും ദിവ്യവുമാണ്. ഭൗതിക ജീവിതത്തിന്റെ പൂർണ്ണ അത്ഭുതം നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായി ഗ്രഹിക്കാനും കഴിയില്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കണം. ദൈവം എങ്ങനെ നീങ്ങുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല. അവൻ ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ അവന്റെ കൈ മറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് അവൻ ഇല്ലെന്നർത്ഥമാക്കുന്നില്ല. യോഹന്നാൻ 5:17 യേശു പറഞ്ഞു, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ജീവിതം അവ്യക്തമോ കുഴപ്പമോ ആയി തോന്നുമ്പോഴും സൃഷ്ടാവ് എപ്പോഴും തന്റെ ഉദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യുന്നു.